ടൗണിലേക്ക് പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ആനച്ചാലിലുള്ള ലേക്ക് ആൻഡ് ഹിൽസ് റിസോർട്ടിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലേക്ക് ആൻഡ് ഹിൽസ് റിസോർട്ടിലാണ്. നമ്മളിന്നലെ ഈവനിങ് ഒരു 6:30 ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ ചെറിയ മഴയുണ്ട്. പിന്നെ ഇവിടേക്ക് കയറി വന്നപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കാടിൻ്റെ ഒക്കെ ഒരു ആംബിയൻസ് കിട്ടി. അങ്ങനെ പിന്നെ ഇവിടെ ഫുൾ നൈറ്റിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ ക്യാമ്പ് ഫയറും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ലേക്ക് ആൻഡ് ഹിൽസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നൈറ്റിലുള്ള ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കും. നമ്മളിവിടുത്തെ ട്വിൻ കോട്ടേജിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ട്വിൻ കോട്ടേജിൽ ഇൻഡിവിജ്വൽ റൂംസ് ആണ്, ഇൻ്റർ കണക്റ്റഡ് അല്ല. ഇതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂം. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ബെഡ് ഏരിയ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും അവർ എക്സ്ട്രാ ബെഡ് അടക്കം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്രഷപ്പായി നേരെ ക്യാമ്പ് ഫയർ ഏരിയയിലേക്ക് പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് മാറി കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു. നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റു. ഇപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇന്ന് ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മീറ്റിങ്സും പിന്നെ അതല്ലാതെയും അത്യാവശ്യം വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഉച്ചവരെ വർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രഷായി ലഞ്ച് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലേക്ക് ആൻഡ് ഹിൽസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. പോകുന്ന വഴി നമ്മൾ റിപ്പിൾ ഫോൾസ് കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം റിപ്പിൾ ഫോൾസിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് റിപ്പിൾ ഫോൾസ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അങ്ങേ അറ്റത്തുള്ള കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ നമുക്ക് പോകണ്ടേ. അങ്ങനെ നമ്മൾ റിപ്പിൾ ഫോൾസ് അഡ്വഞ്ചർ സ്പോട്ടിൽ ഇപ്പോൾ എത്തി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് ഇനി സ്പോട്ടിലേക്ക് പോവാണ്. പലപ്പോഴും നമ്മൾ വാട്ടർഫാൾസ് എല്ലാം കാണാൻ പോകുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണാനേ സാധിക്കാറുള്ളൂ. അതല്ലെങ്കിൽ അടുത്തിട്ടുള്ള വെള്ളത്തിൽ ആളുകൾ വന്ന് കുളിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ വളരെ അടുത്ത് നിന്നിട്ടാണ് ഈ വാട്ടർഫാൾസ് കാണുന്നത്. അങ്ങനെ റിപ്പിൾ ഫോൾസ് ഒക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ടൗണിൽ അത്യാവശ്യം നെറ്റ്വർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കിപ്പോൾ ടൗൺ ഏരിയ കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. വനാനിയിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് നമ്മളെ വെൽക്കം ചെയ്തത് കാറ്റാണെന്ന് പറയാം. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വനാനിയിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.